നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ 3 മാസം മുമ്പ് യുവതി ഉൾപ്പെടെ 2 അംഗ സംഘം MDMAയുമായി പിടിയിലായതിന്റെ തുടരന്വേഷണത്തിൽ കർണാടക സ്വദേശികൾ പിടിയിൽ. പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടിയത് കർണാടകയിൽ വെച്ച്. മദ്യത്തിനും ലഹരി വിപത്തിനുമെതിരെ അണിനിരന്ന പാലക്കാട് കത്തീഡ്രൽ KCBCയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം. വടക്കാഞ്ചേരിയിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റത് കുടിവെള്ള സമിതി സെക്രട്ടറിക്ക്. സെക്രട്ടറിയെ വെട്ടിയ ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളതാകണമെന്ന് PP സുമോദ് MLA. മനുഷ്യത്വം കാത്തുസൂക്ഷിക്കാൻ മതം വ്യക്തിയെ പ്രാപ്തനാക്കണം. കോട്ടായിൽ ജമാഅത്തെ ഇസ്ലാമി ഓടന്നൂർ ഘടകത്തിന്റെ ഇഫ്താർ സ്നേഹ സംഗമം. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ 3 മാസം മുമ്പ് പിടിയിലായ യുവതി ഉൾപ്പെടെ 2 അംഗ സംഘത്തിന് MDMA കൈമാറിയ കർണാടക സ്വദേശികൾ അറസ്റ്റിൽ. കർണാടക കൊടുക് ബച്ചനഹാലി നിസാമുദ്ദീൻ ലേഔട്ടിൽ 28 വയസ്സുള്ള PC മുനവീർ എന്ന മുന്ന, കൊടുക് കുഞ്ഞില കക്കൈബ നാപോക്ലു പയ്യാടത്ത് 27 വയസ്സുള്ള നൌഫൽ എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് സാഹസികമായി പിടികൂടിയത്. 2024 ഡിസംബർ 2-നാണ് കേസിനാസ്പദമായ സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 33.5 ഗ്രാം MDMAയുമായി കൊപ്പം മണ്ണാങ്കോട് കരിങ്ങനാട് പൊട്ടച്ചിറ വീട്ടിൽ അഷറഫ് അലി 33 വയസ്സ്, കോഴിക്കോട് കുന്നമംഗലം ലക്ഷംവീട് കോരൻകണ്ടി സിജിനലക്ഷ്മി 19 വയസ്സ് എന്നിവർ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിൽപ്പന നടത്താൻ ട്രെയിൻ മാർഗം MDMAയുമായി പോകുന്നതിനിടെ ട്രെയിനിൽ പരിശോധന കണ്ട് ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. ട്രെയിനിറങ്ങി ഇവർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള തെക്കേ റോഡിലൂടെ നടന്നുപോകുന്നതിനിടെ സംശയം തോന്നി പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഇവരിൽ നിന്ന് MDMA കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് മുനവീർ, നൌഫൽ എന്നിവരാണ് MDMA നൽകിയതെന്ന് പോലീസിന് വ്യക്തമായത്. അന്വേഷണത്തിനിടയിൽ 4 മാസങ്ങൾക്ക് ശേഷം ഇവരെ ബാംഗ്ലൂരിൽ നിന്ന് അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. നിരവധി തവണ പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തിയെങ്കിലും പ്രതികൾ അപ്പോഴെല്ലാം രക്ഷപ്പെട്ടു. സാധാരണ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചാൽ ഉറവിടം കണ്ടെത്താൻ കഴിയാറില്ല. എന്നാൽ ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് ഉറവിടം കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഷൊർണൂർ DYSP R മനോജ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ V രവികുമാർ, ASI സുനിൽകുമാർ, സബ് ഡിവിഷൻ ഷാഡോ പോലീസിലെ SI ജയകുമാർ, ASI K അനിൽകുമാർ, SCPO സജിത്, CPOമാരായ ഷൻഫീർ, കമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റു. കുടിവെള്ള സമിതി സെക്രട്ടറി 62 വയസ്സുള്ള മോഹനാണ് വെട്ടേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ മോഹനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ അടങ്ങളം കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കിണർ കുഴിക്കുമ്പോൾ ഒഴുകിവന്ന വെള്ളം സമീപവാസിയായ ഏലിയാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ പോയതിനെ ചൊല്ലി തർക്കമായി. തർക്കത്തിനിടെ പ്രകോപിതനായ ഏലിയാസ് വീട്ടിൽ നിന്ന് വെട്ടുകത്തിയുമായി വന്ന് കുടിവെള്ള സമിതി സെക്രട്ടറിയായ മോഹനനെ വെട്ടുകയായിരുന്നു. കൈകൊണ്ട് തടഞ്ഞതിനാൽ വെട്ട് ദേഹത്ത് ഏൽക്കാതെ രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ മോഹനന്റെ വലതുകൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എല്ല് പൊട്ടുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് മോഹനനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഏലിയാസിനായി വടക്കാഞ്ചേരി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മദ്യലഹരിക്കെതിരെ അണിനിരന്ന് പാലക്കാട് കത്തീഡ്രൽ. KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് KCBC മദ്യ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മദ്യവും മയക്കുമരുന്നും ഇന്നത്തെ കാലഘട്ടത്തിന് വിപത്താണെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടി. മയക്കുമരുന്ന് കച്ചവടക്കാർ മരണ സംസ്കാരത്തിന്റെ വ്യാപാരികളാണ്. ജീവന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല മദ്യ ലഹരി ഉപയോഗവും കച്ചവടവും. ലഹരി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെല്ലാവരും ആദരിക്കപ്പെടുകയും ജീവിക്കാൻ അവകാശമുള്ളവരുമാണ്. മരണ സംസ്കാരത്തിന്റെ പ്രവണതകൾക്കെതിരെ അണിചേരണമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മദ്യലഹരി വിമുക്ത കേരളം, മദ്യലഹരി വിമുക്ത സഭ, ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്
മദ്യവിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനെതിരെ, ലഹരി മാഫിയകൾക്കെതിരെ പ്രവർത്തിക്കുക, അതിന്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു. അവരെ സമൂഹത്തിനെ രക്ഷിക്കാനും അവരുടെ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് ജീവന്റെ സംസ്കാരം ഉടലെടുക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് മദ്യവിരുദ്ധ സമിതി നടത്തുക. നൂറുകണക്കിന് വിശ്വാസികളാണ് കത്തീഡ്രൽ സ്ക്വയറിൽ ഒരുമിച്ചു കൂടിയത്. വരും തലമുറയെ നാശത്തിലേക്ക് തള്ളിവിടുന്ന മഹാവിപത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിചേരുകയും മയക്കുമരുന്നിന്റെ വിപണനം നടത്തുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. വൈദികരും സിസ്റ്റർമാരും സംഘടനാ ഭാരവാഹികളും ഇടവകയിൽ നിന്നുള്ള കൈക്കാരന്മാരും മറ്റ് പ്രതിനിധികളും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യരെ ഒന്നിപ്പിക്കാനും സൗഹാർദ്ദം വളർത്താനും ഉതകുന്നതാകണമെന്നും ഏത് സാഹചര്യത്തിലും മനുഷ്യത്വം കാത്തു സൂക്ഷിക്കാൻ മതമൂല്യങ്ങൾ പ്രാപ്തമാക്കണമെന്നും പി സുമോദ് MLA പറഞ്ഞു. കോട്ടായി ഓടന്നൂർ ജമാഅത്തെ ഇസ്ലാമി ഓടന്നൂർ ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NP ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബു ഫൈസൽ ആലത്തൂർ ഇഫ്താർ സന്ദേശം നൽകി. തീർച്ചയായും ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ, മത സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളും അതോടൊപ്പം തന്നെ കൂട്ടായ്മയുമെല്ലാം രൂപപ്പെടുന്ന രൂപത്തിലേക്കാണ് ഇത്തരമൊരു സമൂഹ നിർമ്മിത ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ദിവസങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നവരുടെ ഇഫ്താർ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി 24-ാം തീയതി നാളെ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ ഉൾപ്പെടെ നടക്കുന്നു. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പുതിയ കാലത്തിന്റെ പ്രത്യേകത ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നു. KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, KA അജേഷ് മാസ്റ്റർ, KA ഹിദായത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. AP അഷ്റഫ് സ്വാഗതവും VI ഫാറൂഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നത് വാസ്തവമാണെന്നും ക്ഷേമനിധി പോലുള്ള നടപടികൾക്കായി അടിയന്തര ചർച്ച നിയമസഭയിൽ നടത്തുമെന്നും UR പ്രദീപ് MLA പറഞ്ഞു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ വിവിധ മാധ്യമ അവാർഡുകൾ നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. മാധ്യമപ്രവർത്തനം പൊതുവെ എടുത്ത് നോക്കുമ്പോൾ രാജ്യത്ത് നമ്മൾ എല്ലാ സ്ഥലത്തും ലോകത്തും എടുത്ത് നോക്കുമ്പോൾ മാധ്യമപ്രവർത്തനം ആരും സത്യം തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ വെറുക്കപ്പെട്ട ആളായിട്ടാണ് അവരെ കാണുന്നത്. ആ കൂട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ പലരും വെറുപ്പ് സമ്പാദിച്ചു ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം കൊണ്ട് നടക്കുന്നത്. നമ്മുടെ വേൾഡ് ഫ്രീഡം പ്രസ് ഇൻഡെക്സിൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ രാജ്യം ഏകദേശം 180 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ 159-ാം സ്ഥാനം ആണ് ഇന്ത്യ നിൽക്കുന്നത്. അതിൽ പല നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ടും ആ നിയന്ത്രണങ്ങളെ പേടിച്ച് മാധ്യമപ്രവർത്തനങ്ങൾ ഒരു വഴി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 180 രാജ്യങ്ങളിൽ വെച്ച് നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്ന അവസ്ഥ വന്നത്. KJU ചേലക്കര മേഖലാ പ്രസിഡന്റ് OS സിബി അധ്യക്ഷത വഹിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ മുഖ്യപ്രഭാഷണം നടത്തി. KJU സംസ്ഥാന സമിതി അംഗം അജീഷ് കർക്കിടകത്ത്, ജില്ലാ സെക്രട്ടറി സ്റ്റാലി K സാമുവൽ, ചേലക്കര പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സജി MR, ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മികച്ച വാർത്താ അവതാരക ചേലക്കര CCV ചാനലിലെ ധന്യമണികണ്ഠൻ, ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മികച്ച വാർത്താ ചിത്രത്തിനുള്ള അവാർഡിനർഹമായ മലയാള മനോരമ ലേഖകൻ K ജയകുമാർ, കുടുംബശ്രീ ഫോട്ടോഗ്രാഫി സംസ്ഥാന അവാർഡ് ജേതാവ് മണി ചെറുതുരുത്തി എന്നിവർക്കുള്ള ആദരമാണ് സംഘടിപ്പിച്ചത്. അവാർഡ് ജേതാക്കളെ പൊന്നാര അണിയിച്ചും മൊമെന്റോ നൽകിയുമാണ് MLA ആദരിച്ചത്. MLAക്ക് KJUവിന്റെ വക പ്രസിഡന്റ് OS സിബി മൊമെന്റോവും നൽകി ആദരിച്ചു. KJU ചേലക്കര മേഖലാ പ്രസിഡന്റ് OS സിബി അധ്യക്ഷത വഹിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ മുഖ്യപ്രഭാഷണം നടത്തി. KJU സംസ്ഥാന സമിതി അംഗം അജീഷ് കർക്കിടകത്ത്, ജില്ലാ സെക്രട്ടറി സ്റ്റാലി K സാമുവൽ, ചേലക്കര പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സജി MR, ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അവാർഡ് ജേതാക്കളായ ജയകുമാർ, ധന്യമണികണ്ഠൻ, മണി ചെറുതുരുത്തി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. KJU സെക്രട്ടറി സജി ജോസഫ് സ്വാഗതവും മേഖലാ ട്രഷറർ V മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
കോട്ടായി കണ്ടത്താർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന വേല എഴുന്നള്ളത്തിന് ഗജവീരന്മാർ, പഞ്ചവാദ്യം, കാള, കുതിര, മുടിവേഷം, ശിങ്കാരിമേളം, നാടൻ കളികൾ, തുടർന്ന് വെടിക്കെട്ട് നടന്നു. ദേശവേലയ്ക്ക് നിരവധി പേർ പങ്കെടുത്തു. രാത്രി വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്ത് താലപ്പൊലിയോടനുബന്ധിച്ച് നടന്നുവരുന്ന കൂത്ത് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അണിയത്ത് നാരായണന്റെ സ്മരണയ്ക്കായി മണ്ണൂർ അണിയത്ത് കുടുംബമാണ് കൂത്ത് സ്പോൺസർ ചെയ്തത്. വൈകിട്ട് നടന്ന സാംസ്കാരിക പരിപാടികൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഈ ഉത്സവം ഇന്ന് അണിയത്ത് നാരായണൻ കുടുംബവും അവരുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഈ കൂത്ത് താലപ്പൊലിയോടനുബന്ധിച്ച് ഇന്നിവിടെ സദനം രാജേട്ടനെ ആദരിക്കുകയാണ്. അതുപോലെ തന്നെ യുവപ്രതിഭ ഈ നമ്മുടെ അതുൽ നറുകരയെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അതേറെ സന്തോഷത്തോടു കൂടി ഈ കലാകാരന്മാരെ ആദരിക്കാൻ ആഘോഷക്കൂത്തിന്റെ ഭാഗമായി മാസ്റ്റർ പരേക്കാട് മഹാദേവൻ മാരാർ അവതരിപ്പിച്ച തായമ്പകയും നടന്നു. തുടർന്ന് അതുൽ മറുകരയുടെ 3 മണിക്കൂർ നീണ്ട നാടൻപാട്ട് ആസ്വാദകരുടെ മനം കവർന്നു. വൻ ജനവലിയാണ് നാടൻപാട്ട് ആസ്വദിക്കാൻ എത്തിയത്. കലാകാരനൊപ്പം ആസ്വാദകരും ഒപ്പം ചേർന്നാടിയതോടെ സദസ്സിൽ നിന്നും വലിയ കരഘോഷവും കാണാമായിരുന്നു. കുട്ടികളടക്കം വലിയൊരു ജനാവലിയെ കൊണ്ട് കാവ് മൈതാനം നിറഞ്ഞു. വൻ പോലീസ് സംഘവും ക്രമസമാധാന പാലനത്തിന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ 3 മാസം മുമ്പ് യുവതി ഉൾപ്പെടെ 2 അംഗ സംഘം MDMAയുമായി പിടിയിലായതിന്റെ തുടരന്വേഷണത്തിൽ കർണാടക സ്വദേശികൾ പിടിയിൽ. പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടിയത് കർണാടകയിൽ വെച്ച്. മദ്യത്തിനും ലഹരി വിപത്തിനുമെതിരെ അണിനിരന്ന പാലക്കാട് കത്രീഡൽ KCBCയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം. വടക്കാഞ്ചേരിയിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ കുഴിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റത് കുടിവെള്ള സമിതി സെക്രട്ടറിക്ക്. സെക്രട്ടറിയെ വെട്ടിയ ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളതാകണമെന്ന് PP സുമോദ് MLA. മനുഷ്യത്വം കാത്തുസൂക്ഷിക്കാൻ മതം വ്യക്തിയെ പ്രാപ്തനാക്കണം. കോട്ടായിൽ ജമാഅത്തെ ഇസ്ലാമി ഓടന്നൂർ ഘടകത്തിന്റെ ഇഫ്താർ സ്നേഹ സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.